നാം പറയുന്നു ഹൃദയത്തിലെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപസംബന്ധമായി മനുഷ്യരായ ഇനി അതിൽ ജീവിക്കുകയെങ്കിലും യേശുക്രിസ്തുവിനോട് ചെയ്യുന്ന സ്നാനമേറ്റവരായ നാമെല്ലാവരും അവന്റെ ഭക്തി പങ്കാളിയാകുക സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയാക്കുന്ന സ്നാനത്താൽ അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മനുഷ്യരിൽ നിന്ന് പിതാവിനെ ഉയർത്തിമാറ്റുന്നത് നാം ജീവന്റെ പുതുക്കത്തിൽ നടത്തിയതുപോലെ അവന്റെ മരണത്തിന്റെ സദൃശമോ നാം നേടി ഭരിച്ചവരാകുന്നു. പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഈ പാപത്തിന് അനുകൂലമായിരിക്കാനും പാപ ശരീരത്തിലെ നീക്കം പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ നശിക്കുന്നു. അങ്ങനെ മനുഷ്യൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ മനുഷ്യൻ അവനോടുകൂടെ ജീവിക്കുന്നത് വിശ്വസിക്കുന്നു. ക്രിസ്തു മനുഷ്യരിൽ ഉയർത്തിരിക്കുന്ന ഇനിയും മനുഷ്യരില്ല മരണത്തിലെ കർത്തൃത്വമില്ല. അവന്റെ മരണം പാപസംബന്ധമായ അവൻ ജീവിക്കുന്നത് ദൈവത്തിലേക്ക് ജീവിക്കുന്നു. അപ്രകാരം പാപസംബന്ധമായ മനുഷ്യരാണ് ദൈവത്തിലേക്ക് ജീവിക്കുന്നവരാണ്. ആകയാൽ പാപം നിങ്ങളുടെ മറ്റ് സർവീസിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കേണ്ടപ്പോൾ ഇനിയും നിങ്ങളുടെ അവയവങ്ങളെ അന്യരുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുന്നുണ്ട്. പിന്നെയോ നിങ്ങളെ തന്നെ മനുഷ്യരുടെ ജീവിച്ചാരെ പോലെ നിങ്ങളുടെ അറിവുകളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിനായി സമർപ്പിച്ചോളൂ. നിങ്ങൾ ഈ ന്യായപ്രമാണത്തിനുള്ള അധീരായി പാപം നടന്നത് കർത്തൃത്വം നടത്തുകയില്ല.
അതുകൊണ്ടെന്ന്
ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരായിരിക്കുന്നതിനാൽ നമുക്ക് പാപം ചെയ്യാമെന്ന് ഒരിക്കലും അരുത്. നിങ്ങൾ അനുസരണമുള്ള ദാസരായി ഒരുവന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കുന്നവന് നിങ്ങൾ ദാസനായി തീരുകയാണെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ ദാസൻ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുകയും നീതിക്ക് ദാസന്മാരായി തിരികെ ചേർക്കുന്നു. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അത്യധികമായ അധർമ്മത്തിനും അശുദ്ധിക്കും ദാസരായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് ദാസരായി സമർപ്പിക്കുകയും. നിങ്ങൾ പാപത്തിന് ദാസനായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രനായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഫലമുണ്ടായി? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ തന്നെ അതിന്റെ അവസാനം വരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസനായിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. Good.
പോയിട്ട് നീയുടെ നിശ്ചയം രാജ്യമതി ഉള്ളിൽ വാസം ചെയ്യാം രോഗം ദുഃഖം പീഡയും വിശപ്പോമില്ല
ഈശോ
നാളുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികൾ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ധ്യാനത്തിൽ തീ കത്തി. അപ്പോൾ ഞാൻ അവിടുത്തെ സംസാരിച്ചു. യഹോവേ, എന്റെ അവസാനത്തെക്കുറിച്ചും എന്റെ ആയുസ് എത്രയെന്നതിനെ കുറിച്ചും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികരെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകൾ 4 വിരലിൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രേ, മനുഷ്യരൊക്കെയും വെറും നീളായി നടക്കുന്ന നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്ന നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ ഇപ്പോൾ യഹോവേ, ഞാൻ എന്തിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിന്നിലാകുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്ന് എന്നെ നീ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുതേ. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എന്നിൽ നിന്നും നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ അതുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രേ. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർക്കൊന്നും വിട്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെ പോലെ എന്റെ സന്നിധിയിൽ അധികം പ്രവേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ ഒന്ന് പോയില്ലാതാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എന്നിൽ നിന്ന് മാറ്റണമേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഭവനത്തിൽ വെച്ചുള്ള 2ാമത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം, കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കാം. മൃതിയാർന്നോരേ, സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിന്നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ
പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നിനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാനടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ നന്മയോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാർത്തറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം വരാണ്ട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബലഹീനരും പാപികളുമാ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ വന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. മരണമുള്ളവരെ പാവമരണത്തിൽ നിന്നും രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ, അനിത്യമായി ലോകത്തിൽ നിന്ന് നിന്റെ കരുണയിലുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാവിന് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഞങ്ങൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോഴ്മക്കാരുടെ ഇവിടെ നീ ഇരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നുവല്ലോ. ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമാകുന്ന ഏകദൈവമേ, നിനക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. ഹോശോ വബകുൽ സുബാൻ ലവൽമീ. ആമീൻ. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ. ഹാലേലൂയ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ. നാശമൊഴിച്ചവനം ചെയ്യും. ഹാലേലൂയ. വേദനകൾക്കേകും ശമനം. ബറഖുമോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നോനിലമർന്നിടുമവനിൽ താൻ ഞാനും അമർന്നിടുമവസാനം. ജീവൻ ഞാനവനെ കീടുമെന്നോതിയ നിൻമൊഴി നിറവേറ്റ വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിനാക്കി പാർക്കും നിന്നാദാ. നിൻ പ്രത്യാശയിൽ നിദ്രിതരാം നിന്നടിയാതെ കർത്താവേ, കൃപയാൽ ജീവിപ്പിക്കണം. സ്തൗമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ സദാ നേരവും അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന വാങ്ങിപ്പോയവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളതുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡികമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനുമായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. തനിക്ക് ഈ മാതാവിന്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങൾ മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
കുലഹുന്യമോ സുതഹായ മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിൽ ഇരിക്കുന്നവനായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയായുള്ളവേ സകലരുടെയും സഹായത്തിന് രക്ഷയ്ക്കുമായി നീ മുൻപ് കൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ അവിടുന്ന് നീ നൽകുന്നുവല്ലോ. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാവതല്ലാത്ത ആഴത്തിൽ പ്രകാരവും സകലത്തെയും കവിയുന്നതുമായ നിന്റെ മുന്നറിവാൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരുണയും പ്രകാരവും ഇതിനോടുകൂടെ നീ യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിന് നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്നും അതിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ മാതാവിനെ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത്വപ്രകാരം നീ ക്ഷമിച്ചു മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യസ്നേഹവും ഇവരുടെ മക്കൾ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഊർസ്ലേമ്യ സഭയിൽ സ്വർഗീയാശ്വാസ സ്ഥലങ്ങളിലും ഇവളെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഘങ്ങളിന്മേൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിന്റെ 4 കോണുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ മാതാവിന്റെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവർത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസന മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ വിശുദ്ധ കൂദാശകൾ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങളെല്ലാവർക്കും ദുരിതമാകുന്നുവല്ലോ. ആകയാൽ ഉത്തമനെ ദേതോ നിക്ഷമിക്കണമേ, കരുണയുള്ളവനെ മനസ്സറിയണമേ. ഇതിനു മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ഹോശോ ബുകുല സുബാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സ്വർഗീയാംഗ്യം വത്സലരേ, ആത്മത്തെ മെയ്യതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുമാ സമയം ഘോരം. ദൂതന്മാരെ ദൂരെ കണ്ടാത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനെ തൻ ചരിതത്തെ പരിശോധിപ്പൂ. പാപമലീമസമാണെങ്കിൽ താപമുടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ചാൽ ഉൾക്കുതുകത്തോടോതിടും. ദേവേശ നിൻ തിരുമയും
രക്തവുമെന്നെ നീ തീറ്റി ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്ക് കീടട്ടെ ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും സ്തോത്രം. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിനു വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിന്നെ കണച്ചതായ ഈ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. മോറൻ ലിഖിതം പോലവസാനദിനെ പാരും വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാദാ സ്വാതികളോ തന്നെ കാത്തിടണം. വാഴ്ത്തും ഞാൻ നിന്നെ. മൃതലോകത്തിൽ ലാസറിനും യായീറോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം താൻ നിന്നെ പുനരുദ്ധാനത്തിൽ മണ്ണതിൽ നിന്നും ജീവിപ്പിക്കട്ടെ. ഇഷ്ടം ചെയ്തൊരു ധാർമ്മികർതൻ പ്രാർത്ഥനയാലെ ജീവിതലക്ഷ്യ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുടെ കരുണ ഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യണമിവൾ. ോകാദീശോ ഗാത്രം ഭക്ഷിച്ചുരലും രുതിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോളി എന്നാലവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ നീശൻ ചൊന്നോ രാവജനം സ്തുത്യം. മൃതരെയുദ്ധാനത്തിൽ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകിയിടേണം. നീതിവിധീശനോടാത്മാവേവം യാചിച്ചോതേടും നതു ഞാൻ കേട്ടേനല്ലോ. വിഗതരെ പ്രതിനാദാങ്ങേ ർപ്പിക്കും ബലികളിൽ എന്നെ രോധിക്കല്ലേ. പാപികളിന്നും ശിഷ്ടന്മാരെ വേറാക്കിടനിർന്മാർ വന്നിടുമ്പോൾ കാരുണ്യത്തിൻ ചിറകിൻ കീഴിൽ നാദാ ചേർത്തിവളെ കാക്കുക നരകത്തീന്നും. ഇവളെ വിധിച്ചിടരുതേ നാഥ ജീവിപ്പവരിലവൻ വിമലൻ തിരുമുമ്പാകെ. നാദാ ഇവളിൽ സ്ഥിതി ചെയ്തിടും നീന്നോഹരിയാഗ്നി കിരയായി നൽകിയിടല്ലേ. ആദ്രതയാൽ നാദാദേവ ദാസിക്കേ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവളേ. ധർമ്മിഷ്ഠന്മാരോ തൻപാൽ നീ പാർപ്പിക്കണം ദോഷത്തെയോർത്തിടാതെ വീഴ്ചകളെ മായിക്കണം. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടും നാക്കണം. ആ നിരയിൽ സ്തോത്രം നാദ പാടിടട്ടിവൾ നിൻപേർക്കാരും ജീവിക്കുന്നോരും വാഴ്ത്തിടും നിന്നെ എന്നും ആർദ്രതയാൽ നാഥാദേവ
ദാസിക്കേകണമേ പുണ്യം. മക്കളിൽ കൃപ ചെയ്വത പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നൽകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ബാറഖുമോ മനോലം വാദാമുൽ മൂലം കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയതേ ജീവാസുരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്കുറിയനായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഭ്രതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരവരോടെഴുന്നേറ്റു ഉയരവും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ബാറഖുമോ ശരീരം ഭക്ഷിച്ചം പാനം ചെയ്താൾ പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പാനങ്കത്തൊട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്ന് മഹത്വം കള്ളനു കിട്ടിയ നിന്റെ വരം ധൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടണം. നിറഞ്ഞിരിക്കുന്നവനെ ക്ഷേമതയാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചു അതിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളെ മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിനെ ഇവിടെ രസിപ്പിക്കണമേ. ഒന്നവനും വരുന്നവരും മരിച്ചു ഒഴിപ്പിക്കുവാൻ വാഴ്ത്തപ്പെട്ടവനാന്ന് വന്ന ശരീരങ്ങളും ആത്മാക്കളും ശരിയായി നിലവിളിച്ച് പറയുമാറാകണമേ. ആമീൻ. ഭവനത്തിൽ വെച്ചുള്ള രണ്ടാമത്തെ ശുശ്രൂഷ പൂർത്തീകരിച്ചിരിക്കുന്നു. Yaakov
Sure.
എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ലുപെറുക്കി കളവാൻ ഒരു കാലം, കല്ലുപെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാകുവാൻ ഒരു കാലം, സൂക്ഷിച്ചുവയ്പാൻ ഒരു കാലം, എറിഞ്ഞുകളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവാദിയോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുകയില്ല. ജീവനെന്ന് സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏതു മനുഷ്യനും തിന്നുകുടിച്ചിന്റെ സകല പ്രയത്നം കൊണ്ടും സുഖമനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്ന് കൂട്ടുവാനും അതിൽ നിന്ന് കുറയ്ക്കാനും കഴിയുന്നതല്ല. കർത്താവിന്റെ കയ്യിൽ തന്ന ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടു പാടിയിടും സന്തോഷത്തോടു ഹല്ലേലൂയ പാടിയിടും ും എന്നോ നിന്ദിക്കാതെ ചെയ്യുകയില്ല ദോഷമായിട്ടൊന്നും എന്നോ നിന്ദിക്കാതെ എന്റെ അവൻ ആടിച്ചാലും അവനെന്നെ
ഇപ്പോൾ വെട്ടിക്കുന്ന് കുടുംബയോഗത്തെ പ്രതിനിധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ സാറ് ഇപ്പോൾ അനുശോചനം അറിയിക്കുകയും അതോടൊപ്പം ആ കുടുംബത്തിനു വേണ്ടി ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. പകലോ മറ്റും മഹാകുടുംബയോഗത്തിൽപ്പെട്ട വെട്ടിക്കുന്നേൽ കുടുംബത്തിലെ പനയമ്പാല ശാഖയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മിണി കൊച്ചമ്മയുടെ നിര്യാണത്തിൽ കുടുംബാംഗങ്ങൾക്കുള്ള അനുശോചനം അറിയിക്കുകയാണ്. അമ്മിണി കൊച്ചമ്മയെ സംബന്ധിച്ച് പറഞ്ഞാൽ കുടുംബയോഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥതയോട് പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഏത് പ്രവർത്തനം വരുമ്പോൾ അതിന് അങ്ങേയറ്റം ഹൃദ്യമായ ഭാഷയിൽ പറഞ്ഞ് ഞങ്ങൾക്ക് സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ധന്യമായി 92 വർഷക്കാലം ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും എല്ലാം കണ്ട് അവരുടെ പരിചരണമൊക്കെ സ്വീകരിച്ച് അന്ത്യകൂദാശ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ച അമ്മിണി കൊച്ചമ്മയുടെ നിര്യാണത്തിൽ കുടുംബാംഗങ്ങൾക്കുള്ള അത്യഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും പരേതിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്ത് പഴുങ്കുകടൽ തീരത്ത് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി കുടുംബാംഗങ്ങൾ യാത്ര പറയുന്നു. അതിന്റെ കുടുംബത്തിനു വേണ്ടി ശാഖാ പ്രസിഡന്റ് ശ്രീ കെ കെ വർഗീസ് പുഷ്പചക്രം സമർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോക ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് പ്രവേശിച്ച ഈ പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളോടും കൊച്ചുമക്കളോടും കുഞ്ഞുങ്ങളോടുമുള്ള എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ അനുശോചനവും ദുഃഖവും അവരോടൊപ്പം ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കർത്താവെ അവരുടെ ദുഃഖത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ മകൾ ലീലാമ്മയും പറവലിലെ പൊടിക്കുഞ്ഞിന്റെയും മകൾ ബിനുവുമായിട്ടുള്ള എന്റെ മകന്റെ വിവാഹ ബന്ധത്തിൽ കൂടെയാണ് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. ആ ആരംഭം മുതൽ ഇന്നുവരെയും ബന്ധുക്കൾ എന്നുള്ള അവസ്ഥയിലല്ല, സാഹോദര്യ സ്നേഹം, ഒരു ഉറ്റ ബന്ധം ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് പുലർത്തുവാൻ സാധിച്ചു. ഇവിടെയുള്ള കൊച്ചുമക്കൾക്കെയും അവരെപ്പോ വന്നാലും ഞങ്ങളെ വന്ന് കാണുകയും അവരുമായുള്ള സ്നേഹം ഞങ്ങൾക്ക് പങ്കിടുവാനും സഹായിച്ചിട്ടുണ്ട്. ഈ അമ്മയുടെ ജീവിത ഞങ്ങളുടെ ബന്ധത്തിൽ ഈ അമ്മ ഞങ്ങൾക്കൊരു പ്രിയപ്പെട്ട, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്, അതായത് ഞങ്ങളുടെ പ്രായത്തിൽ ഞങ്ങളെ 3 പേരും ഒരുപോലെയാണ്. ഞാൻ 92 ഈ അമ്മയ്ക്ക് 92, എന്റെ ഭാര്യ 91. അപ്പൊ അങ്ങനെ ഞങ്ങൾ സഹോദരങ്ങളെപ്പോലെ പെരുമാറിയിരുന്നു. ഈ അമ്മയ്ക്ക് അവശതയിലായിരുന്ന സമയത്ത് പല പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഒടുവിലായിട്ടുള്ള വരവിൽ തമ്മിൽ സംസാരിക്കാൻ സാധിക്കാതെ അമ്മയ്ക്ക് അവശതയിലായിരുന്നു. എങ്കിലും പ്രാർത്ഥനയിൽ ഞങ്ങളോട് സഹകരിച്ചുവെന്ന് ഞങ്ങൾ അമ്മച്ചിയുടെ മുഖലക്ഷ്യം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. ജോർജുട്ടിയെ എനിക്കൊരു മൂത്ത മകനെ പോലെയാണ് ജോർജുട്ടിയെ ഞാൻ കരുതുന്നത്. ജോർജുട്ടി എന്നോടുള്ള ജോർജുട്ടിയുടെ ഇടപാട്, അതുപോലെ ആ കുടുംബവുമായിട്ട് എല്ലാവരുമായിട്ടും വളരെയധികം സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കുടുംബമായി ഞങ്ങളുടെ ദുഃഖവും അനുശോചനം അറിയിക്കുകയും അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു.
യേശുയെ ആത്മാസാകെ നന്മാവ് ഞാൻ ചേരട്ടെ ഈ ലോക മാവാരേഥ തേരക ഓയരുന്നേ ഘോരമാ ശാന്തമാ തീരുവാ രക്ഷക ജീവനെ കാക്കുക നേനന്ദി കേഭാദ്രമാ വരസാഗേദമില്ലേ എനിക്കാശ്രയ നീത നാഥ കൈ വെടിയല്ലേ കാത്തുരേ ക്ഷിക്കാ സദാ കാത്താനി എന്നാശ്രയ തൃപാദ എൻ ശരണം ചേര കീഴെന്നു ചേർത്തു സൂക്ഷിച്ചിടണം കാരുണ്യ വരനിധേ കന്മഷ കഴുകുക നിത്യജീവവെള്ളമേ ചിത്തം ശുദ്ധമാക്കട്ടെ ജീവനു പ്രവാനാഥ ഞാനേറെ കുളിക്കട്ടെ എന്നുള്ളിൽ ഓയരുക നിത്യകാലമോ കവേ. Thank you.
കർത്താവിൽ അനുഗ്രഹീതരെ, പനയമ്പാല സെന്റ് സ്റ്റീഫൻസ് ഇടവകയുടെ മുൻ വികാരിയും ഇപ്പോൾ കൊച്ചി അരമനയുടെ അരമന മാനേജരുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈജു അച്ഛൻ ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ പ്രിയ മാതാവിന്റെ നിര്യാണത്തിൽ അനുശോചന സന്ദേശം അറിയിക്കുന്നതായിരിക്കും. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ റമ്പാച്ചൻ, സ്നേഹം നിറഞ്ഞ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ കർത്തൃദാസിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കൂടിയിരിക്കുന്ന ദൈവജനമേ, ഈ ലോക ജീവിതത്തിൽ വന്ന എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കേണ്ട ഒരു അനുഭവമാണ്, യാഥാർത്ഥ്യമാണ് മരണം. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവാണ് നമ്മുടെയൊക്കെയും പ്രത്യാശയും നമ്മുടെയൊക്കെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനവും. വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ. ക്രിസ്തുവിലുള്ള മരണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ജീവിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഈ ലോകജീവിതം അവസാനിപ്പിച്ച് പ്രത്യാശയോടുകൂടി കടന്നുപോകുന്ന ഒരു അനുഭവമാണ്. ഈ ലോകജീവിതത്തിൽ എത്ര നാള് ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമേറിയത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് മരണം ഒരു ജീവിതത്തിന്റെ അവസാനമല്ല, ഈ ലോകജീവിതത്തിന്റെ അവസാനമാകുന്നുവെങ്കിലും പരലോകത്തിൽ ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിന്റെ ഒരു പ്രൊമോഷനാണ്, ഒരു ക്ലാസ് കയറ്റമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഞാൻ ആയിരിക്കാൻ അധികം ആഗ്രഹിക്കുന്നു. വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്തതായ ഒരു അനുഭവത്തിലേക്കുള്ള മാറ്റം. നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരും എപ്പോഴും നമ്മോടുകൂടെ ആയിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നതുപോലെ ദൈവം ആഗ്രഹിക്കുന്നു, തന്നെ സ്നേഹിക്കുന്നവർ തന്റെ കൂടെ ആയിരിക്കണം. നാമും പ്രത്യാശയോടുകൂടി ഈ ലോകത്ത് ജീവിക്കുന്നു, അതുതന്നെയാണ്. പക്ഷെങ്കിൽ പലപ്പോഴും മരണം നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ അല്ലെങ്കിൽ മരണത്തോട് അടുക്കുമ്പോൾ പലർക്കും ഭയമാണ്. എന്നാൽ ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം എന്ന് പ്രത്യാശിക്കുമ്പോൾ അതിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് മരണം ഒരു സന്തോഷത്തിന്റെ അനുഭവമാണ്. അതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ വാക്കുകളിൽ നിന്നും നാം കേട്ടത്. വലതുഭാഗത്തെ കള്ളനോടും കർത്താവ് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ദൈവത്തിൽ പ്രത്യാശ വെച്ച് വാങ്ങിപ്പോകുന്ന ഏതൊരു വിശ്വാസിയും ഒന്നുമില്ലായ്മയിലേക്കോ അല്ലെങ്കിൽ ശൂന്യതയിലേക്കോ അല്ല പോകുന്നത്, ദൈവത്തോട് ചേർന്ന് ഇരിക്കുന്ന അനുഭവമാണ്. വലതുഭാഗത്തെ കള്ളനെന്ന് വിശേഷിപ്പിക്കുന്ന അനുദപിച്ച കള്ളനോട് കർത്താവ് പറയുന്നത്, ഞാൻ രണ്ടാമത് വരുമ്പോൾ നിനക്ക് എന്നോടുകൂടി ഇരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ ആ ഒരു വാഗ്ദത്തമല്ല. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ അന്നു മുതൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. കർത്താവിന്റെ വാക്കുകൾ തന്നെ നമുക്കതിന് അടിസ്ഥാനമാണ്. സങ്കീർത്തനക്കാരനും പറയുന്നു, 115 സങ്കീർത്തനത്തിൽ അവസാന വാക്യത്തിൽ പറയുന്നു, മരിച്ചവരും മൗനത്തിലിറങ്ങിയവരും ആര് യഹോവയെ സ്തുതിക്കുന്നില്ല, എങ്കിൽ നാമോ
ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും. നിത്യമായിട്ട് എവർലാസ്റ്റിംഗ് ആയിട്ട് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും വേദപുസ്തകത്തിൽ മരണമെന്ന് ഉപയോഗിക്കുന്നത് ആത്മീയമായ മരണത്തെക്കുറിച്ചാണ്. ആത്മീയമായിട്ട് മരിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് സങ്കീർത്തനത്തിൽ 115 സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നാം വായിക്കുന്നു. എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്നവർക്ക് നിത്യമായ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയോടുകൂടി ഈ കർത്തൃദാസിയെ യാത്ര അയക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ സ്നേഹിതർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെയും വാങ്ങിപ്പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. ശാരീരികമായിട്ട് ഉള്ള വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ടാകും, ദുഃഖിക്കണം. പ്രത്യേകിച്ച് ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് കണ്ണുനീർ തൂകുന്ന കർത്താവിനെ നമുക്ക് കാണാം. ലാസറിന്റെ സഹോദരിമാർ കരയുന്നതും അവിടെ കൂടിയിരിക്കുന്നവർ കരയുന്നത് കാണുമ്പോൾ കർത്താവും കരയുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള ഒരു പ്രത്യാശയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. അതുകൊണ്ട് ഈ കർത്തൃദാസിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള, ദുഃഖിക്കണമെങ്കിൽ അതിനപ്പുറമുള്ള ഒരു പ്രത്യാശയോടുകൂടി ദാസിയെ യാത്ര അയക്കുവാനായിട്ട് സാധിക്കണം. 2 വർഷം ഈ പനയമ്പാല സെന്റ് സ്റ്റീഫൻസിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് പലപ്പോഴും അമ്മച്ചിയുമായിട്ട് സംസാരിക്കുവാനും അമ്മച്ചിയുടെ സ്നേഹമൊക്കെയും സ്വീകരിക്കുവാനും ഒക്കെയും സാധിച്ചിട്ടുണ്ട്. 2-3 മാസങ്ങൾക്ക് മുമ്പും ഇതിലെ അമ്മച്ചിയെ ഞാൻ കാണുവാനായിട്ട് വന്നപ്പോൾ അമ്മച്ചി പ്രത്യാശയോടുകൂടി കഴിയുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. 92 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിച്ചു. അഭിനന്ദനായ ഉസ്താദ് സിബനി പറയുകയാണെങ്കിൽ പറയും 12 വർഷം അമ്മച്ചിക്ക് ബോണസ് കിട്ടിയെന്ന് പറയും. സങ്കീർത്തനക്കാരന്റെ 80 വയസ്സ് കഴിഞ്ഞുള്ളതായ വർഷങ്ങളൊക്കെയും ബോണസാണെന്ന് അഭിനന്ദനായ തിരുമേനി പറയുമായിരുന്നു. 12 വർഷക്കാലം ബോണസോടുകൂടി ലോകത്ത് ജീവിക്കുവാൻ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കാണുവാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ രോഗാവസ്ഥയിലായിരുന്നപ്പോഴും മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെയും ശുശ്രൂഷയൊക്കെയും സ്വീകരിക്കുവാനായിട്ട് അമ്മച്ചിക്ക് കഴിഞ്ഞു. അത് വലിയൊരു പ്രത്യാശയാണ്. നമുക്കൊക്കെയും സന്തോഷം നൽകുന്ന അനുഭവമാണ്. മറ്റുള്ളവർക്കൊക്കെയും അതൊരു പാഠവുമാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമെന്ന് ഓർത്ത് അമ്മയെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതുപോലെ രോഗാവസ്ഥയിലും വാർദ്ധക്യത്തിലും ആയിരിക്കുന്നവരെ ശുശ്രൂഷിക്കുവാനും ഒക്കെയും നമുക്കും കടമയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യവും നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ കർത്തൃദാസിയെ നമുക്ക് സന്തോഷത്തോടെ യാത്ര അയക്കാം. ദുഃഖിക്കുന്നവർക്ക് ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് കൂടിയിരിക്കുന്ന വൈദികരുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥന കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് അവസരം നിന്ന് ബഹുമാനപ്പെട്ട റമ്പാച്ചനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കും. ബഹുമാനപ്പെട്ട അച്ഛന്റെ ആശ്വാസ സന്ദേശത്തിനായിട്ട് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അവിടെ ഇരിക്കുന്നവരൊക്കെയും എഴുന്നേറ്റ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. സ്ത്രീകളൊക്കെയും തങ്ങളുടെ പ്രാർത്ഥന നടക്കുമ്പോൾ തങ്ങളുടെ തല മൂടുപടമിട്ട് നിന്ന് പ്രാർത്ഥനയെ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കൊണ്ട് വന്നിരിക്കുന്ന ഒന്നിയരായ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ പ്രിയമാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ലൊരു യാത്രയപ്പ് കൊടുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി എല്ലാവരും നിൽക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ വലതുഭാഗത്ത് കസേര ഇട്ടിരിക്കുന്നത് അല്പം കൂടെ പുറമോട്ട് മാറിയിട്ട് ധൂപം വെക്കുന്ന സൗകര്യത്തിന് ആ കസേര അല്പം കൂടെ പുറകോട്ട് മാറ്റി ഇട്ടിട്ട് ഇരിക്കണം. തീരെ അവശതയുള്ളവർ മാത്രം പ്രാർത്ഥനാ സമയത്ത് ഇരുന്നാൽ മതി. ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതാണ് ഈ അമ്മച്ചിയോട് ചെയ്യുവാനുള്ള വലിയൊരു കടമ എന്ന കാര്യം ഓർത്ത് തീരെ വയ്യാത്തവർക്ക് കസേരയിലിരിക്കാം. ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശരീരങ്ങൾ വൈകൊണ്ട് മരേ ചോർഗണമേ ലോർമാതിൽ മവ മോദേയോ നാൾ നൽകൻ നിങ്ങൾ വലഭാഗ
പരിശുദ്ധനാകുന്നു ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുശ്രൂഷയും ഞങ്ങളോട് കരുണ ചെയ്യണമേ. രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ പരിശുദ്ധമാക്കപ്പെടണമേ. ഭൂമിയിൽ വാഴ്മി ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ കരുണയും എന്റെ ലോകങ്ങളും നീക്ക് ചിരിപ്രമാറാണമേ. ആമീൻ. കരുണയുള്ള ദൈവമാർദ്ദാവേ, നിന്നെ ഞാൻ പ്രാപിക്കുന്നു. നിന്റെ പ്രകാരം വേർപെട്ടുപോയ ദാസുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദൃശ്യമാരുടെ മത്സരക്കാണ്ടവരിൽ നിന്നും കാണപ്പെടാത്ത ദാസന്റെ ദാസുടെ ആത്മാവിന് കൊണ്ടുകൊള്ളണമേ. ഈ ആത്മാവൻ ജീവനസ്ഥാനത്തെ നീതിമാനോട്ടത്തിൽ ചിന്തമാറാകണമേ. ചെറുവായുമാണ്ടോവേ, ഇപ്പോഴില്ല എപ്പോഴും വിനിഷ്ടന്മാർ വസിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ പമ്പുകോലസ്ബാലിനുകൾമേ. നീ ജീവനെടുത്തിടുമ്പോൾ മൃതരായി മണ്ണിൽ ചേരുന്നു കർത്തവാഴട്ടെന്നു ുടയോൻ തെളിയട്ടെ മാറയ്ക്കുമോ ബ്രോവൽ റുഹോകാദേശോ പ്രിയനാം ലാസറിനെ കവറി എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. പ്രതിഭാസത്തെ സുവനെ വിടുവിച്ചോ നാമെല്ലായ്പ്പോഴും സർവമെന്നെ തുക ചെയ്താര കേണം സമർക്കാരോ മറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രബലതയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശരീരസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാതമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ടു നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂബ്യന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും അതിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനകവും ഭയങ്കരവുമായ
നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിയെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഈ നിന്റെ മകളിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പരേതര് നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ, ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും തന്നെ. മറക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും കൈക്കൊള്ളുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടൊരു നാദ ലളിതകളെ ബര തരുണന്മാരെയും ബാലന്മാരെയും കണ്ട് പ്രഭുവനിതകളും ദാസികളും സന്ത പാരവത്തിൽ പാടുന്നു. സുന്ദരനും വിലയോടെന്നിനു പാടിടും എന്നോടോദേമൂടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ ഏയുള്ളോർദൻ ഭൂഷാസുഭഗതയെ മരണശേഷമായോ സൗന്ദര്യം പ്രാകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യമേ സൗന്ദര്യം പാഴ്പുഴയിൽ തങ്ങും തോമഞ്ഞിനു തുല്യം ഏ സൗന്ദര്യം സന്ധ്യ വേളയത് വാടിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ അതിനെ അണീഷിടമേ സർവാദീശ സ്തോത്രം സ്തോത്രം തേ മുറിയോറാഹിമേലുവാദാറേൻ. ബാർക്കുമോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നതിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസ്തവത്തിവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. മൊറൻ വാലോഹാൻ ലവൽമീൻ. ദേവേശാനിൻ പരിചാരികതന്നാൽ സമാധാനം കന്മഷമകിലം മോചിക്കാം ഇവളെ വിധിക്കരുതേ നാഥ അപരാധികളാർഹിച്ചിടും നരകത്തിനുരക്ഷിതയായ കൽപ്പനവാ ശുഭഹൂല ബോലബുരുവൻ കാദീശോ അവരുടെ മേലില്ല നിന പ്രതികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യുന്നു. സാക്ഷാരവകാശികളും
സുതരും ദാസരും അവരല്ലോ, നിൻ കൈകളിൽ നിന്നവരെ വേഗം സ്വർഗമഹാരാജ്യം. അഞ്ചിടമരണത്തെ ഞാൻ നിദ്രാവേദിയുമില്ലെന്നിൽ ദൈവം നടത്തേണം. വിധിയോർത്തഞ്ചിടും ഞാൻ പാർക്കുമോ ശുഭഹോല ബോല ബറൂൽ റൂഹോ കാദീശോ. ദേവാദാനത്തിൽ നാടായി സ്വർഗമഹത്വം ചാർത്തേടും സൂനോധ്വനിജീവൻ നൽകേ നിന്നെ വലത്ത ചേർത്തിടും. കാതനുവാദോരാം കന്യാസ്ത്രീകളെ പ്രാപേക്യോ സഹദേ പുനരുത്ഥാനത്തിൽ വ്യാകുല ലോകമതൻ ചിന്താവിഷയമത ആദിമകാലത്തെ യന്മാനസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പേ ശാപത്ത മൃത്യുനിമിത്തം വേർവിരെയും നാൾ വരെയും നാരികളത്യധികം വ്യതയിൽ നാൾ പോക്കെ വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു. മാതാവേ നോക്കടുവാൻ ഉയരും നാദായില്ല പറവ കുഞ്ഞും കോപം അതിസന്താപത്താരോധി ചേരുന്നു. ഏതേന രാവം കേൾക്കും നോരെല്ലാം കരയുന്നതു. ദൂതൻ ചാരേവൻ നിന്നെ കൊണ്ടികവും മാരകബാണത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ പേടകളാൽ മർദ്ദേ ചങ്കങ്ങൾ കാൺമി വടിമൂന്നാലെന്നെ കാടിച്ച യോദേനാനിൻ സൃഷ്ടിനാഥ കൃപയാൽ പുതുതാക്ക മേലോദാരേ കരുണാസമ്പൂർണാവനരുദ്ധാനദിനെ നിന്നോട് ദൃശ്യനേ മകമാടണം. അതിബന്ധം ഹൃദയാൽ വേറായി മേരണ്ട തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പി നിങ്ങൾ അവരും നാഗണമേ പുനരോദ്ധാരത്തിൽ മോചിക്കുക പാപം മായേക്കുക ദോഷം സത്യമെഴുതിൽ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ വരുവോ നമ്രൂപീരും സുതനന്നു ശരീര മക്കൾ പാട
സൃഷ്ടിലെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഏവരുമേ, ഈ പ്രിയമാതാവിനെ ഇപ്പോൾ നാം യാത്ര അയക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഭൂപ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തീരുന്നതായിരിക്കും. അതിനുശേഷം ഈ മാതാവിന്റെ മൃതശരീരം സംസ്കരിക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പനയമ്പാല ഇടവയെ സംബന്ധിച്ചോളം ഈ മാതാവും കുടുംബവും പനയമ്പാല സെന്റ് സീമൻസ് ഇടവയ്ക്ക് നൽകിയതായ സേവനം വലിയതാണ്. നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലം ഈ ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചപ്പോൾ എനിക്ക് ഈ പ്രിയമാതാവിനെ കാണുവാനും പല സമയങ്ങളിലും സംസാരിക്കുവാനും ഒക്കെ ഇടയാക്കി. ബഹുമാനപ്പെട്ട ഷൈലിയച്ചൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യാശയുടെ ഒരു ജീവിതമാണ് ഈ പ്രിയമാതാവ് നയിച്ചത്. കഴിഞ്ഞ ദിവസം തൈലാഭിഷേകം ഞാൻ നടത്തുവാൻ തക്കവണ്ണം ഇവിടെ വന്നപ്പോൾ ഈ പ്രിയമാതാവിന് സംസാരിക്കുവാനായിട്ട് പ്രയാസമുണ്ടായിരുന്നെങ്കിൽ തന്നെയും ശുശ്രൂഷകളൊക്കെ നടത്തിയപ്പോൾ നല്ല ബോധ്യത്തോടുകൂടി അത് സ്വീകരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. പ്രത്യേകിച്ച് ഞാൻ തൈലാഭിഷേകം നടത്തുവാനായിട്ട് പ്രിയമാതാവിന്റെ ശരീരത്തൊക്കെ സ്പർശിക്കുമ്പോൾ ആ കൈയെടുത്ത് എന്റെ കയ്യെ പിടിക്കുകയാണ്. ആ കയ്യെ പിടിച്ചിട്ട് അതെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ, അത് സ്വീകരിക്കുന്ന രീതിയിൽ അത് സ്വീകരിച്ചു എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചു. നല്ല പ്രത്യാശയോടുകൂടിയാണ് ഈ പ്രിയമാതാവ് തനിക്ക് പ്രിയം വെച്ചതായ തമ്പുരാന്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. രണ്ടാമത് എനിക്കുള്ളതായ ഒരു സന്തോഷകരമായ കാര്യം, ഈ പ്രിയമാതാവിനെ ശുശ്രൂഷിച്ചതായ ഈ ബഹുമാനപ്പെട്ട ജോർജ് സാറും അതുപോലെ തന്നെ വത്സമ്മയും, ഞാൻ എപ്പം വന്നാലും അവരുടെ ഒരു ശുശ്രൂഷ ഈ മാതാവിന് ഭംഗിയായി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വത്സമ്മ പള്ളിയിലൊക്കെ വരുന്ന സമയത്തും പ്രത്യേകിച്ച് കുമ്പസാരിക്കാനൊക്കെ വരുന്ന സമയത്ത് അച്ഛാ എന്നെ അങ്ങ് നേരത്തെ വേണേ, അമ്മച്ചി തന്നെ ഉള്ളു വീട്ടില്, അതുകൊണ്ട് ഞാൻ പലപ്പോഴും നേരത്തെ വിടുകാറുണ്ട്. അതുപോലെ തന്നെ കുർബാനയ്ക്ക് വരുമ്പോഴും നേരത്തെ തന്നെ കുർബാന കൊടുത്ത് വേഗം ഭവനത്തിൽ പോകത്തെ കുർബാന. അപ്പോൾ ഞാനവർക്ക് സൂചിപ്പിച്ചത് ഈ മാതാവിനെ എത്ര ഭംഗിയായി ഈ വത്സമ്മ ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു വലിയ കരുതലും ആ വലിയൊരു സ്നേഹവും വത്സമ്മയുടെ ഭാഗത്തു നിന്ന് ഈ മാതാവിനുണ്ടായ. അതുപോലെ തന്നെ ജോർജാനും അമ്മയെ വളരെ ഭംഗിയായി ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പലപ്പോഴും ഓർത്തത്, ഇന്ന് നമ്മുടെ ഈ പ്രായമായി കഴിയുമ്പോൾ അവരെയൊക്കെ ഒന്ന് അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചത്. ഏതാനും മാസങ്ങളെ ആയുള്ളൂ ഗുരുവായൂർ അമ്പലത്തിന്റെ വാതിക്കല് ഒരു വൃദ്ധമാതാവ് ഇരുന്ന് കരയുകയാണ്. ആൾക്കാരൊക്കെ വന്ന് അന്വേഷിച്ചപ്പോൾ എന്താണ്, മക്കൾ അവിടെ കൊണ്ടിരുത്തി വെച്ച് മക്കളങ്ങ് പോയി. എന്താണ് സംഭവിച്ചത്? ആയ കാലത്ത് തന്റെ കുടുംബത്തെ നോക്കി ഭംഗിയായിട്ട് മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം വളർത്തി. അവസരമായപ്പോൾ വയ്യാതായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുക. ഇന്ന് ലോകം അങ്ങനെയാണ്. മെനക്കെടാൻ ആരുമില്ല, ശുശ്രൂഷിക്കാൻ ആരുമില്ല. ഇവിടെയാണ് ഈ ജോർജുട്ടിച്ചാന്റെ ഈ വത്സമ്മയുടെയും ആ വലിയ മനസ്സ് ഞാൻ കാണുന്നത്. തൈലാഭിഷേകം ആവശ്യമാണെന്ന് കണ്ടപ്പോൾ തന്നെ അച്ഛാ അമ്മച്ചിക്ക് ഇച്ചിരി അവസരമുണ്ട്, അച്ഛാ എനിക്ക് തൈലാഭിഷേകം കൊടുത്താൽ ആഗ്രഹമുണ്ട്, റമ്പാച്ചൻ വരണമെന്ന് പ്രത്യേകമായിട്ട് എന്നെ അറിയിച്ചു. ഉടനെ തന്നെ ഞാൻ ഒരാവശ്യവുമായിട്ട് ദൂരെയായിരുന്നു. പെട്ടെന്ന് ഞാൻ വന്ന് തിങ്കളാഴ്ച തന്നെ തൈലാഭിഷേകം കൊടുത്തു. ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാം ഒരുക്കി, എല്ലാം നല്ലപോലെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും വേറൊടിച്ചാൽ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. മോളുണ്ട്, മരുമോനുണ്ട് കൂടെ. എല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ പ്രത്യേകിച്ച് മോളൊക്കെ മാതാവിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവരുടെയും ശുശ്രൂഷയേറ്റ് ഒരു ഡംപ് ചെയ്യുന്ന അനുഭവത്തിൽ നിന്ന് മറിച്ച് ഒരു കരുതലിന്റെ അനുഭവത്തിൽ അന്ത്യകാലങ്ങളിൽ ഈ മാതാവ് ഈ രണ്ടുപേരുടെയും, പ്രത്യേകിച്ച് ഈ ഭവനത്തിലായിരുന്നതുകൊണ്ട് ഈ ജോറൂട്ടിച്ചാന്റെയും വത്സമ്മയുടെയും പ്രത്യേകമായ ശുശ്രൂഷയിൽ ഈ മാതാവ് സന്തോഷിച്ചിരുന്നു, ആഹ്ലാദിച്ചിരുന്നു എന്ന് എനിക്ക് അനുഭവം കൊണ്ട് പറയുവാൻ സാധിക്കും. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അത് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുടുംബത്തെ ഈ അമ്മച്ചി അനുഗ്രഹിച്ചിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ രണ്ടുപേരെയും വത്സമ്മയും ജോറൂട്ടിച്ചാനെയും ഈ അമ്മച്ചി ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പ്രിയമാതാവ് കടന്നുപോയിരിക്കുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ടും വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടിയും പറയുകയാണ്. തമ്പുരാന്റെ പ്രിയം വെച്ച ഈ മാതാവ് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന ഈ സമയത്ത് ഈ പ്രിയമാതാവിനോടുകൂടിയായ നമ്മുടെ സ്നേഹവും ഭക്തിയും ആദരവും പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. പനയമ്പാല ഇടവകയുടേതാകുന്ന പ്രത്യേകമായ അനുശോചനം
പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥന ഈ അമ്മച്ചിക്ക് നൽകുന്നു. തമ്പുരാനെ ഇമ്പങ്ങളുടെ പരീക്ഷയിൽ എന്റെ പിതാവ് നല്ല അനുഗ്രഹിക്കപ്പെട്ടവരെ ഒന്നകത്ത് പ്രവേശിപ്പിക്കുന്നു പറയുന്ന ആ ഇമ്പകരമായ ശബ്ദത്തിന് ഈ മാതാവും അർഹയായി തീരുവാനും ഈ മാതാവിന്റെ മധ്യസ്ഥത ഈ കുടുംബത്തിന് അനുഗ്രഹമായി ഉണ്ടാകുവാനും എല്ലാവരെയും അതിന്റെ അനുഗ്രഹം ലഭിക്കാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് വന്ന അന്ത്യചുംബനം അർപ്പിക്കാവുന്നതാണ്. ആ അന്ത്യചുംബനം നടക്കുന്നതായ സമയത്ത് ഇവിടെ മറ്റുള്ളവർ വാഹനത്തിൽ വന്ന് ഈ മൃതശരീരം ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. മറ്റുള്ളവരൊക്കെ വാഹനത്തിലാണ് പോകേണ്ടത്. വളരെ ഭംഗിയായി ഒരു ലൈനായിട്ട് ഓരോ വാഹനങ്ങളും ക്രമീകരിച്ചിട്ട് ഏറ്റവും അവസാനം ഈ ആംബുലൻസിൽ ഈ മൃതശരീരം വഹിച്ചുകൊണ്ട് ഒരു നല്ലൊരു പ്രൊസഷനായി പോകുവാൻ തക്കവണ്ണം കാറിൽ വന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാഹനമില്ലാത്തവർക്ക് പള്ളിയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇവിടെ നിന്ന് വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഏറ്റവും നല്ലൊരു യാത്രയയപ്പ് ഈ പ്രിയ മാതാവിന് കൊടുക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ഏവരുമേ നിങ്ങളേവരും സഹകരിക്കണം എന്ന സ്നേഹത്തോട് ഓർപ്പിച്ചുകൊണ്ട് ധൂപ്രാർത്ഥനയ്ക്കായിട്ട് പ്രവേശിക്കും. കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ചെടി പോലെ പാലിക്കുമോ പോലും ബ്രോമീശോ കൃപയിൽ ഏവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്നെ അവരവരുന്നു പാർക്കുമോ ശരീരം പക്ഷേ ചന്തത്വം പാനം ചെയ്യുവാൻ പോകാനായി വിടാനും ജീവിപ്പാൻ അങ്ങനത്തെ മരിച്ചതിനാലെന്നും വാർത്ത തങ്ങളൊന്നും അതോത്ത ഭർത്താവേ കിട്ടിയ നിന്റെ വൃത്തത്തെ കൊണ്ടാലും ചോരം കൈകൊണ്ട് അനുഗ്രഹങ്ങൾ നിർവഹിക്കുന്നതിനായി ഗർഭന്റെ ദിവസത്തിൽ എന്റെ സൃഷ്ടിയെ നീക്കുവാക്കി അനുകൂലമാക്കണമേ. ഞാൻ ചോദനയാൽ ശൂന്യപ്പെട്ടാണമേ ബ്രഹാം ദീർസാക്കിന്റെ യാക്കോവിന്റെ മടികളും വന്നാലും ചുഗനിലമാക്കുന്നതിനായും വാഴ്ത്തപ്പെട്ടവനാകുന്ന ശങ്കരമാത്മാക്കളും ശിഖരത്തിനുവച്ച് പ്രമാറാണമേ. ആമീൻ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച ഉന്നതായ വൈദിക ശ്രേഷ്ഠരോടും ശമാശനോടും വൈദിക സംഘ വിദ്യാർത്ഥിയോടുമുള്ളതായ എന്റെ പ്രത്യേകമായ സ്നേഹവും സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ ഈ അമ്മച്ചിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് വന്ന് അന്ത്യചുംബനം അർപ്പിക്കാം. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പ്രത്യാശയോടുകൂടി യാത്ര വയ്ക്കാൻ തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. വത്സലരേ ദൂര പാടിടുവിൻ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തെ തുണ ചെയ്യുവാൻ വന്നില്ല. വിളി കൂട്ടുന്നവർക്കായി വെളിവാകും നാഥ നിന്ദൈവികമ വലഭാഗേ നിർത്തണമിവളെ. വത്സലരേ സത്യം ഭയമാർന്നിടുന്നു
ഈ വാക്ക്